ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെയും കലാത്തി പ്ലാന്റ്സിൻ്റെയും നല്ലൊരു കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കോംബോയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ പ്ലാന്റ്സിന് പെട്ടെന്ന് ഷൂട്ട്സ് വരികയും ചെയ്യും, നല്ല കളറും വരും. ഈ ഒരു വെറൈറ്റിക്ക് നല്ല ഗ്രീനിൽ ഇതുപോലെ സെൻറ്ററിൽ കൂടി നല്ലൊരു റെഡ് ഷെയ്ഡ് വരും. നല്ലൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന സൈസ് തന്നെയായിരിക്കും പ്ലാന്റിൻ്റെ. നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് സീഡ്ലിങ്ങിനേലും കുറച്ചും കൂടി കളർ വന്നതും കുറച്ചും കൂടി വലിയ പ്ലാന്റാണ്. ഇത് നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ഇതുപോലെ ഒരു പിങ്കും വൈറ്റും ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും നല്ല കളറും വരും. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കൂടിയാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം, നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരും ലീഫിന്. പ്ലാന്റിങ്ങിനെ കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ലീഫിന് താഴെയുള്ള ലീഫുകൾക്ക് കുറച്ച് ഗ്രീൻ ഷെയ്ഡ് കൂടുതലായിരിക്കും. പിന്നീട് വരുന്ന ലീഫുകൾക്ക് നല്ല നല്ല വൈറ്റ് ഷെയ്ഡും അതുപോലെ ഈ ഔട്ട്ലൈൻ മാത്രം ഒരു ഗ്രീൻ ഷെയ്ഡായിട്ട് വരും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ്. ഈ ഒരു ബേബി പിങ്ക്, അതായത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരിക്കും വരുന്നത്. ഒരു ഡാർക്ക് പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരിക്കും വരുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക. ഇത് സീഡ്ലിങ്ങിനേലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റാണ്. ഇത് നെറ്റ് പോട്ടിൽ തന്നെയാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന്. ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് കുറച്ച് കെയർ കൊടുത്താൽ മതി. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ വളർന്നു കിട്ടും. അപ്പോൾ ഈ ഒരു 4 പ്ലാന്റിന് കോംബോ റേറ്റ് വരുന്നത് 590 ആണ്, 590 രൂപ. സിംഗിളായിട്ട് നമ്മുടെ റേറ്റ് വരുമ്പോൾ വ്യത്യാസം വരും. നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി കോംബോയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഇതിങ്ങനെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തണ്ടിന് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ലീഫ് വരുന്നത്. അപ്പോൾ അതൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കലാത്തി പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ലീഫുകളായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ പീകോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നിൽക്കും. ഇതും കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ലീഫ് വരുന്നത്. ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ഷെയ്ഡ് കാണാനും നല്ല ഭംഗിയാണ്. ഇതുപോലെ നല്ലൊരു മെറൂണിൽ ഇതുപോലത്തെ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റും കുറച്ച് ഹൈറ്റ് വെച്ചിട്ട് നല്ല പോട്ടി മിക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുറച്ച് ഹൈറ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ലീഫുകൾ വരും. നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ ഷൂട്ട്സും വരും. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC വഴിയായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് കസ്റ്റമർ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതും നല്ലൊരു റെയർ കലാത്തി പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ല രസമുള്ള വെറൈറ്റിയാണ്. ഇതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പിന്നെ ലീഫിൻ്റെ പാറ്റേൺ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റാണ്. ഇത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ലീഫിൻ്റെ ഇങ്ങനെ ഒരു നല്ല രസമായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. ഇങ്ങനൊരു തളർന്ന് കിടക്കുകയും ചെയ്യും. ലീഫ് നല്ല സോഫ്റ്റ് ലീഫ് കൂടിയാണ്. ഈ ഒരു ഷെയ്ഡായിരിക്കും വരുന്നത്. എല്ലാം ഈ സൈസല്ല. ചിലത് ചെറിയ പ്ലാന്റാണ്, ചിലത് ഈ സൈസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു കലാത്തി പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് നമ്മൾ നടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ചീത്തയായി പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചീഞ്ഞ് പോലെ അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ വെയിൽ കൊള്ളിക്കാതെ സൂക്ഷിക്കുക. ഡയറക്റ്റ് വെയിലടിച്ചാൽ ഈ പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റാണ്. ഇതുപോലെ ഒരു ഗ്രീനും ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത്. നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതും ശരിക്കും ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. സ്റ്റെം നല്ലൊരു മെറൂൺ ഷെയ്ഡ് വന്നിട്ട് ഇതുപോലത്തെ ലീഫുകൾ വരും. ഈ ഒരു പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് ബുഷായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. നല്ലൊരു പോട്ടിൽ നടുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു പോട്ട് നിറയുന്ന രീതിയിലായിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റാണ്. ഇത് ബാക്ക് ഷെയ്ഡ് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്.
നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വെറൈറ്റി കണ്ടായിരുന്നു. അത് ലൈറ്റ് ഗ്രീനിൽ ഒരു സെൻറ്ററിൽ ഒരു ലൈറ്റ് ഗ്രീനും വരുന്നുണ്ട്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. ഈ പ്ലാന്റിന് അധികം ഹൈറ്റ് വെക്കില്ല. ഈ ഒരു വെറൈറ്റിക്ക് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടാണ് ലീഫുകൾ ഇങ്ങനെ തളർന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡ് തന്നെയായിരിക്കും, ഇതിൻ്റെ മെറൂൺ ഷെയ്ഡായിരിക്കും. രണ്ടും വ്യത്യാസമുള്ള പ്ലാന്റ്സ് ആണ്. ഒരെണ്ണം ഹൈറ്റ് വെക്കുന്നതും ഒരെണ്ണം മിനിയേച്ചറായിട്ട് നിൽക്കുന്ന ടൈപ്പുമാണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ റോസിയുടെയൊക്കെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതുപോലെ ഒരു റോസിക്ക് കുറച്ച് റൗണ്ട് ലീഫാണ്. ഇത് കുറച്ചും കൂടി ഇത്തിരി നീണ്ടൊരു ലീഫാണ്. ഇതുപോലെ സെൻറ്ററിൽ ഇതുപോലത്തെ ഷെയ്ഡും ഒരു സിൽവർ ഷെയ്ഡും ഔട്ട്ലൈൻ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. എല്ലാം ഓരോ സൈസ് തന്നെയല്ല. ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് കൊടുത്തു പോകും. എന്നാൽ ഈ ഒരു പ്ലാന്റിനൊക്കെ നമ്മളെങ്ങനെ വന്നാലും ഒരു 100 രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഈ ഒരു കോംബോയിൽ അത്രയും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു ക്രിംസൻ്റെ പ്ലാന്റാണിത്. ക്രിംസൻ്റെ പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം 130 സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ചെറിയ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചീത്തയായിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും പ്ലാന്റ് വളരുന്നത്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് നട്ട് വെച്ചിട്ട് പിന്നെ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് വളരെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് പോയി നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോലും പ്ലാന്റ്സിന് അതൊരു സന്തോഷമായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒന്ന് കെയർ ചെയ്യാൻ നോക്കുക, ഒന്ന് ചെന്ന് നോക്കുക. പ്ലാന്റിന് വെള്ളം ഇല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മുടെ കോംബോയിൽ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന വെറൈറ്റീസൊക്കെയാണ്. ഇത്രയും നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 8 പ്ലാന്റ്സ് ഉണ്ട്, 525 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ തായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും പ്ലാന്റിന്. അതായത് പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും നല്ല പിങ്ക് ലീഫ് മാത്രമായിട്ട് വരും. നല്ല രസമുള്ള വെറൈറ്റിയാണ്. നമ്മൾ റെഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പോലെ ചിലവർക്ക് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ലീഫ് പുതിയ ലീഫ് വരുമ്പോൾ, അതായത് പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും ഇതുപോലത്തെ നല്ല പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫ്. ഇതൊരു മെച്യൂർഡ് ഒരു മദർ പ്ലാന്റ് തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ലീഫ് ഉണ്ട്, ഇതുപോലെ നല്ല പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് വരും. നല്ല വെറൈറ്റിയാണ്. ഈ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫ്. അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതും നല്ല കളറുള്ള പ്ലാന്റാണ്. ഇതൊരു സീഡ്ലിംഗ് ടൈപ്പ് പ്ലാന്റാണ്. ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡിൽ ഇതുപോലത്തെ ഗ്രീൻ ഡോട്ട്സ് പോലെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊക്കെ തീരെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു, നമ്മളിത് വളർത്തിയെടുത്തതാണ്. ഈ ഒരു സൈസൊക്കെ ഉണ്ട് ഇപ്പോൾ പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ഒരു സിൽവർ ഷെയ്ഡുള്ളൊരു അഗ്ലോണിമയാണ്. ഇത് കുറച്ച് നാരോ ലീഫുള്ളൊരു പ്ലാന്റാണ്. എന്നിട്ട് സെൻറ്ററിൽ മാത്രം ഇതുപോലെ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. സ്റ്റെമ്മൊക്കെ നല്ല വൈറ്റ് സ്റ്റെമ്മാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റൊക്കെ ആയിരിക്കും. ഇത് അത്ര വലിയ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് അറിയില്ല. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന വെറൈറ്റീസ് ആട്ടോ. പെട്ടെന്ന് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് ഷൂട്ട്സും വരുന്ന ഒരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു നാരോ ലീഫിൻ്റെ തന്നെ ഒരു റൈസ് ലീഫ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതുപോലെ ഒരു യെല്ലോയും ഗ്രീനും ഷെയ്ഡ് വരുന്നുണ്ട്. സ്റ്റെമ്മ് നല്ല വൈറ്റ് സ്റ്റെമ്മാണ്. ഇതുപോലെയാണ് ലീഫ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റ് സിംഗിൾ പ്ലാന്റിന് 200 to 250 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മളിതൊരു കോംബോയിൽ നല്ല റേറ്റ് കുറവിന് തന്നെയാണ്. നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നല്ല റേറ്റ് കുറവിന് തന്നെയാണ് കോംബോ സെറ്റ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ മാക്സിമം കോൾ ഒഴിവാക്കുക. കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും. അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അങ്ങനെയാണ് നമുക്ക് ID വന്നിരിക്കുന്നത്. കുറച്ച് വീഡിയോ കട്ടായി പോയി തോന്നുന്നു. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും അഗ്ലോണിമ റെഡിൻ്റെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇത്രയും പ്ലാന്റ്സ്, അതായത് ഇത്രയും പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ റേറ്റ് കുറച്ച് തന്നെയാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കൊറിയർ ഇപ്പോൾ അയക്കുവാണെങ്കിൽ നാളെ നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കോംബോന് റേറ്റ് വരുന്നത് 690 ആണ്. ഇത്രയും പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്